الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സദാ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അതിശക്തമായ ഭാഷയിൽ പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുസുന്നത്തിലുമൊക്കെ താക്കീത് ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അതുപോലെ ഹദീസിലും പഠിപ്പിക്കുകയും ഗൗരവമായി ഉണർത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്ത വിഷയം സ്വഹാബിമാർ അതീവ ഗൗരവത്തിലാണ്, സശ്രദ്ധം സൂക്ഷ്മതയോടുകൂടിയാണ് ആ വിഷയത്തെ അവർ കണ്ടിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് ധാരാളമായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. വിഷയം നിഫാഖാണ്. കാപട്യം എന്ന് പറയുന്ന ഗുരുതരമായ ഒരു പ്രശ്നം, അത് മനുഷ്യനെ വല്ലാതെ പിടികൂടുന്ന അപകടകരമായ ഒരു വിഷയമാണെന്നാണ് പരിശുദ്ധ ഖുർആനും ഹദീസും പണ്ഡിതന്മാരും ഒക്കെ പഠിപ്പിക്കുന്നത്. നിഫാഖുള്ള മനുഷ്യനെ ഇസ്ലാമിക ഭാഷയിൽ പറയുന്ന പദമാണ്, വിളിക്കുന്ന പേരാണ് മുനാഫിക്ക് എന്ന്. യഥാർത്ഥത്തിൽ മുനാഫിക്ക് എന്ന് വിളിക്കുന്നത്, ആ പദം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കേട്ടാൽ തന്നെ ഈ വിഷയം കുറച്ചുകൂടി നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മുനാഫിക്ക് എന്ന പദം വന്നത് നാഫിക്ക എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് നിഫാഖ് എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഈ നാഫിക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ജീവിയാണ് എലി എന്ന് പറയുന്നത്. ഈ എലിയെ പോലെയുള്ള മരുഭൂമിയിലുള്ള ഒരു ജീവി. ആ ജീവി മരുഭൂമിയിൽ, ആ ജന്തു, അതിന് പറയുന്ന പേരാണ് യർബൂ എന്നാണ് ആ ജീവിയെ വിളിക്കുന്ന പേര്. ആ യർബൂ നിർമ്മിക്കുന്ന ഒരു മാളമുണ്ട് മരുഭൂമിയിൽ. ആ മാളത്തിനാണ് നാഫിക്കാഹ് എന്ന് പറയുന്നത്. അതിന് 2 കവാടം ഉണ്ടാകും ആ മാളത്തിന്. മരുഭൂമിയിൽ യർബൂ എന്ന് പറയുന്ന ജീവി നിർമ്മിക്കുന്ന മാളത്തിന് പുറത്തേക്ക് കടക്കാൻ 2 കവാടങ്ങളുള്ള ഒരു മാളമാണ് അത് സാധാരണഗതിയിൽ ഉണ്ടാക്കാറുള്ളത്. ഒരു കവാടത്തിന് കാസിആഹ് എന്നും മറ്റൊരു കവാടത്തിന് നാഫിഖാഹ് എന്നുമാണ് പറയപ്പെടുന്നത്. എന്തിനാണ് അത് അങ്ങനെ, ആ ഒരു ജന്തു അങ്ങനെ ഒരു കൂട് നിർമ്മിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം ഒരു കവാടത്തിലൂടെ ഉണ്ടായാൽ മറ്റേ കവാടത്തിലൂടെ അതിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു രൂപം, അങ്ങനെയുള്ള ഒരു മാളം അത് ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ആ നാഫിക്കാഹ് എന്ന് പറയുന്ന മാളത്തെ സംബന്ധിച്ച് പല തരത്തിലുള്ള പ്രത്യേകതകൾ കാണാൻ കഴിയും. ഈ ഓരോ പ്രത്യേകതകളും പറയുമ്പോൾ ഈ പദം നിഷ്പന്നമായിട്ടുള്ള നിഫാഖ് എന്ന് മുനാഫിക്കിന്റെ ഒരു സ്വഭാവവുമായി സാദൃശ്യപ്പെടുത്തിയിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. യർബുവ നിർമ്മിക്കുന്ന നാഫിക്കാഹ് എന്ന മാളത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പുറത്തുനിന്ന് ആ മാളം നോക്കിയാൽ ഇങ്ങനെ മണൽ പരപ്പുകളായിരിക്കും. മരുഭൂമിയാണ്, നിരന്ന് കിടക്കും. അവിടെ ഒരു മാളമുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നേരിയ മണൽ പരപ്പ് മാത്രമുള്ള, മണൽ തരികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മറ മാത്രമാണ് അതിനുണ്ടാവുക. രക്ഷപ്പെടേണ്ട സമയത്ത് അതിന്റെ ചുണ്ടുകൾ കൊണ്ട് അത് പെട്ടെന്ന് മാറ്റി രക്ഷപ്പെടുകയും ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാണ് അത് നിർമ്മിക്കുന്നത്. മാത്രവുമല്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ നിരന്ന പ്രതലമായിരിക്കും. അവിടെ ഒരു സംഗതി ഉണ്ടെന്ന് പോലും മനസ്സിലാവുകയില്ല. അകത്താകട്ടെ എപ്പോഴും തുറക്കാൻ കഴിയുന്ന ഒരു മാളവും ഉണ്ടാകുന്ന രൂപമാണ് അതിനുള്ളത്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുനാഫിക്കായ ഒരു മനുഷ്യൻ, ഈ നാഫിക്കാഹ് എന്നതിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള നിഫാഖുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ വിശ്വാസിയാണ്, മുഅ്മിനാണ്, മുസ്ലിം പേരുണ്ടാകും, പള്ളിയിലുണ്ടാകും, 1ാമത്തെ സഫിലുണ്ടാകും, അതുപോലെ ഖുതുബ കേൾക്കാനുണ്ടാകും, ഖുർആൻ ക്ലാസ്സിനുണ്ടാകും, അങ്ങനെ പല കാര്യങ്ങൾക്കും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ അവന്റെ ഉള്ളിലേക്ക് നോക്കിയാലോ ആ വിശ്വാസം ഉണ്ടാവില്ല. അവന്റെ ഹൃദയത്തിൽ കാപട്യം കടന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് നിഫാഖ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുറമെ വിശ്വാസം പ്രകടമായിരിക്കും, ഉള്ളിലാകട്ടെ നിറഞ്ഞു നിൽക്കുന്ന കുഫറും നിഫാഖുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഫിക്കാഹ് എന്ന് പറയുന്ന മാളത്തിന് 2 പുറത്തേക്കുള്ള കവാടമുള്ളത് പോലെ തന്നെ 2 മുഖമുള്ള വ്യക്തിയായിരിക്കും, ഇരുമുഖമായിരിക്കും. ചില ആളുകളടുത്ത് ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, മറ്റൊരാളടുത്ത് ചെല്ലുമ്പോൾ വേറൊരു സ്വഭാവം. ഈ രൂപത്തിലായിരിക്കും ഒരു മുനാഫിക്കിന്റെ സ്വഭാവം ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, യഖൂലു ഇന്ന ശർറന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ വളരെ മോശമായ മനുഷ്യരെന്ന് പറഞ്ഞാൽ ദുൽ വജ്ഹൈൻ, 2 മുഖം, ഇരുമുഖമുള്ള ആളുകളാണെന്നാണ്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ഇരുമുഖം എന്ന് പറഞ്ഞാൽ? 2 മുഖമുള്ള ചില ആളുകളുണ്ട്. 2 മുഖം എന്ന് പറഞ്ഞാൽ അല്ലദീ യഅതി ആഉലാഹി ബിവജ്ഹിൻ വആഉലാഹി ബിവജ്ഹിൻ, ഒരിടത്തൊരു സ്വഭാവം, വേറൊരു സ്വഭാവം. അല്ലെ, നമ്മളെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മളെ അറിയാം, നമ്മുടെ പേരറിയാം, നമ്മുടെ സ്വഭാവം അറിയാം. പുറമെ നമ്മൾ എല്ലാവരുടെ മുന്നിൽ പ്രകടമാക്കുന്ന രൂപമുണ്ട്. അതേ രൂപമാണോ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ ഉണ്ടാവുക എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിടത്തൊരു മുഖം, വേറൊരിടത്ത് മുഖം. ചില ആളുകളുടെ മുന്നിൽ പള്ളിയിൽ വരുമ്പോൾ നല്ല മുത്തക്കി, സ്വകാര്യതയിലോ അതുപോലെ തഖ്വ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം മുനാഫിക്കങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 മുഖമുള്ള ഒരു സ്വഭാവമായിരിക്കും എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ പല നിലക്കുള്ള കളവ് നടക്കാറുണ്ട്, മോഷണം നടക്കാറുണ്ട്, അക്രമങ്ങൾ നടക്കാറുണ്ട്, പല പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഇതൊക്കെ ഇന്ന് കൂടുതലായി ഇതിനെയൊക്കെ തടയുന്ന ഒരു കാര്യമാണ്. ഇത്തരം കുറ്റവാളികളെയും കളവ് നടത്തുന്ന കള്ളന്മാരെയൊക്കെ പിടിക്കുന്ന ഒരു കാര്യമാണ് CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ. ഏതൊരു കേസുണ്ടെങ്കിലും അതിന് ആദ്യമായി അതിന്റെ അന്വേഷണം നോക്കുന്നത് CCTV ഉണ്ടോന്നാണ്, ക്യാമറ ഉണ്ടോന്നാണ്. ഇനി കള്ളന്മാരാണെങ്കിൽ CCTV ഉണ്ടോ നോക്കിയിട്ടാണ് കക്കുക. ചിലരൊക്കെ മോഷ്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ CCTV കാണുമ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞു പോണ വീഡിയോ വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ CCTV ഈ കാലത്ത് പല അക്രമങ്ങളെയും മോഷണങ്ങളെയൊക്കെ തടയാൻ വളരെ സഹായകരമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ആലോചിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാമറയുമായി എപ്പോഴും ഒരാള് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജീവിതം ആ ജനമധ്യത്തിന്റെ മുന്നിൽ പ്രകടമാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? രഹസ്യത്തിലും പരസ്യത്തിലും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും രീതികളും ഒക്കെ ഒരേപോലെ ആണോ എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വ്യക്തിയോട് ആ ക്യാമറയിൽ പ്രകടമാകുന്ന രംഗത്തിൽ നമ്മളുടെ അഭിപ്രായം, നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ നമ്മൾ അയാളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം പറയുക? ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതിസന്ധി അല്ല, കുടുംബത്തിലല്ല, അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളല്ല, കുടുംബ പ്രശ്നങ്ങളല്ല, മറ്റു വിഷയങ്ങളൊന്നും അല്ല, സാമ്പത്തിക പ്രതിസന്ധി അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ധാർമ്മികമായ രംഗങ്ങളിലുള്ള പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മൾ ധാർമ്മികത പറയുമ്പോൾ കോളേജിൽ ധാർമ്മികതയില്ല, ക്യാമ്പസുകളിൽ ധാർമ്മികതയില്ല, നാട്ടിലാകെ ധാർമ്മികതയില്ല, ട്രെയിനിൽ കയറിയ കുട്ടികൾക്ക് ധാർമ്മികതയില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വിടൂ നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കൂ, നമ്മുടെ ജീവിതത്തിലെ ധാർമ്മികതയുടെ അവസ്ഥ എവിടെയാണ് എന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. 5 നേരം പള്ളിയിൽ വരികയും അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയത്തിൽ കൈവച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുകയും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നേരായ മാർഗത്തിൽ നയിക്കണമെന്നും മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കണമെന്നും ഒക്കെ പ്രാർത്ഥിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധാർമ്മികമായ മേഖലകളിൽ നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ദീന് പഠിക്കാനും ഇതുപോലെ മാതൃഭാഷയിലൊക്കെ ഖുതുബ കേട്ട് മനസ്സിലാക്കാനും ആയത്തുകൾ മനസ്സിലാക്കാനും ഒക്കെ സൗകര്യം കിട്ടുകയും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്ത വ്യക്തികളാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് ഈ ഇരട്ടമുഖ സ്വഭാവം എന്ന് പറയുന്നത്, ദുൽ വജ്ഹൈൻ എന്ന് പറയുന്നത്. ഈ 2 മുഖം അത് നിഫാഖിന്റെ അടയാളമാണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വാഹിബുസ് സിർ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്ന മദീനയിലും പരിസരത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആരൊക്കെയാണ് മുനാഫിക്കീങ്ങളെന്ന്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർക്ക് അറിയായിരുന്നു അവിടുത്തെ മുനാഫിക്കീങ്ങൾ ആരാണ്, അവിടുത്തെ മുഅ്മിനീങ്ങൾ ആരാണ്. പക്ഷെ ഇക്കാലത്ത് അത് വഹീ കൊണ്ട് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ആരാണ് മുനാഫിക്ക് ആരാണ് മുഅ്മിൻ എന്ന് അറിയാൻ കഴിയില്ല. എല്ലാം കൂടിയാണ് ജീവിക്കുന്നത്. പള്ളികളിൽ മുഅ്മിനീങ്ങളുണ്ട്, മുനാഫിക്കീങ്ങളുണ്ട്. നാടുകളിൽ മുഅ്മിനീങ്ങളുണ്ട്, മുനാഫിക്കീങ്ങളുണ്ട്. പലയിടത്തും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആരാണെന്ന് നമുക്ക് ആർക്കും അറിയാൻ സാധ്യമല്ല. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊരു മനുഷ്യനും മതം കൂടുതൽ പഠിച്ചവനാണെങ്കിലും അതുപോലെ തന്നെ ദീനിയായി ജീവിക്കുന്നവനാണെങ്കിലും അവരെയൊക്കെ പിടികൂടുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നിഫാഖ് എന്ന് പറഞ്ഞാൽ. കാരണം പിശാച് അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ മുത്തക്കിയാവുക, ഒരാൾ തഖ്വയുള്ളവനാവുക, ഒരാൾ ദീനിയ മാർഗത്തിൽ ജീവിക്കുക, ഒരാൾ ഒരു ദായി ആവുക, ഒരു പ്രബോധനാകുക എന്ന് പറഞ്ഞാൽ പിശാചിന് ഏറ്റവും കൂടുതൽ സഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിശാച് അവന്റെ മനസ്സുകളിലേക്ക് നിഫാഖിനെ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യം മുതൽ തന്നെ പിശാച് ശപഥം ചെയ്തതാണ്. ആ മനുഷ്യരുടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെ പാതയിൽ പിശാച് കാത്തിരിക്കുമെന്നാണ്. നമ്മളുടെ നേരായ മാർഗത്തിന്റെ മുന്നിൽ ആ വാതിലിൽ പിശാച് കാത്തിരിക്കും. അവിടേക്ക് പോകാൻ സമ്മതിക്കില്ല, വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കില്ല. മുസ്തഖീം എന്ന് നമുക്ക് കാണാം. അവിടെ കാത്തിരുന്നുകൊണ്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്ന ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അല്ലെ, എത്ര ആളുകളെ കുറിച്ചാണ് മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നത്. നമ്മൾ പറയാറില്ല, അയാളൊരു പണ്ഡിതനല്ലേ, അയാളൊരു ഖുതുബ പറയുന്ന ആളല്ലേ, അല്ലെങ്കിൽ അയാളൊരു അധ്യാപകനല്ലേ, കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, അയാളൊരു ഡോക്ടർ അല്ലേ, അയാളൊരു എഞ്ചിനീയർ അല്ലേ, അയാളൊരു ഭർത്താവല്ലേ, ഒരു ഭാര്യയല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെ സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നിഫാഖ് ഇട്ട് കൊടുക്കും പിശാച്. അവനെ കപടനാക്കി ആ ജീവിതത്തെ നശിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അവരെത്ര ഭയപ്പെട്ടു ഈ വിഷയത്തെ എന്നറിയോ? അവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ വന്ന് ക്ലാസ്സുകൾ കേട്ട്, ഖുതുബകൾ കേട്ട് അവരിങ്ങനെ ഈമാൻ അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു വന്നി അതിന്റെ ശോഭ തെളിഞ്ഞു നിന്ന് അവരാ പള്ളിയിൽ നിന്നും പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോയാൽ വീട്ടിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് തോന്നാണ്, ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഉള്ള തഖ്വ പുറത്ത് കിട്ടണില്ലല്ലോ. പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നബിയുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഈമാൻ ഉണ്ടല്ലോ,
അത് വീട്ടിലെത്തിയിട്ട് കിട്ടണില്ലല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുമ്പോ മഹാനായ സഹാബി ഹല്ലല റളിയല്ലാഹു അൻഹു തിരിച്ചോടുകയാണ്. നാഫഖ ഹല്ലല എന്ന് പറഞ്ഞിട്ട് അള്ളല മുനാഫിക്കായി. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പരിഭ്രാന്തപ്പെട്ടു പോകുന്നത്? അപ്പോ അവിടുന്ന് പറഞ്ഞു, നബിയുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാനാണ്, പുറത്തേക്ക് പോകുമ്പോൾ അതിലൊരു കുറവ് സംഭവിച്ചതുപോലെ തോന്നുന്നു, ഞാൻ മുനാഫിക്കായോ എന്ന് ഭയപ്പെടുകയാണ് സഹാബിമാര്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ഭയപ്പെടണം അങ്ങനെ ആകുമ്പോൾ. നമ്മുടെ മനസ്സുകളിൽ നിഫാഖ് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാൻ അതിശക്തമായ സഹാബിയാണ്. പിശാച് പോലും ഈ റസൂലുള്ളാഹി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. സഹാബിമാര് പറയുന്നുണ്ട്, ശക്തമായ ഈമാനിന്റെ ഉടമയായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഹുദൈഫ റളിയല്ലാഹു അൻഹുവും ഒരു മയ്യിത്ത് മറമാടി ആ മയ്യിത്ത് നമസ്കാരം കഴിയുമ്പോൾ അവിടുന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ മുനാഫിക്കുകൾ ആരാണെന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ മുനാഫിക്കാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഉമർ ഒരു മുനാഫിക്കാണോ എന്ന്. പേടിയായിരുന്നു അവർക്ക്, നിഫാഖ് അവരുടെ മനസ്സുകളിൽ ഉണ്ടോ എന്ന്. അല്ലേ, ആരാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു? സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജിബ്രീൽ എന്ന മാലാഖയുടെ ഒപ്പം പോകുമ്പോ അവിടെ ഒരു വലിയ കൊട്ടാരം കാണുകയും ആ കൊട്ടാരത്തിന്റെ തൊട്ടടുത്തുള്ള ഹൗദിൽ രണ്ട് സ്ത്രീകൾ ഉളൂ ചെയ്യുകയും ഈ കൊട്ടാരം ആരുടേതാണെന്ന് ചോദിക്കുകയും ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരമാണെന്ന് പറയുകയും പ്രവാചകൻ ആ കൊട്ടാരത്തിൽ കയറാൻ ആഗ്രഹമുണ്ടായിട്ടും ഉമറിന്റേതാണെന്ന് പറഞ്ഞപ്പോൾ ഉമറിന്റെ രോഷത്തെ ഓർമ്മിച്ചുകൊണ്ട് റസൂലുള്ളാഹി കയറാതെ തിരിച്ചു വന്ന് ഈ സംഭവം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയോട് ഞാൻ രോഷം കൊള്ളുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, ഭൂമിയിൽ തന്നെ സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്നറിയിച്ച ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഞാനൊരു മുനാഫിക്കാണോ? അങ്ങനെ ആകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം ഈ ഒരു വിഷയത്തിൽ ഭയപ്പെടണം എന്നത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നു, എത്ര പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, എത്ര ഖുർആന്റെ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. നമുക്ക് അപ്പൊ കിട്ടുന്ന ഒരു ഈമാൻ, അത് ആ മനസ്സുകളിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? അത് നമ്മുടെ പുറത്തെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിഫാഖിന്റെ അംശം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നത് സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിക്ക് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. 3 തരത്തിലാണ്. ഒന്ന്, എഴുത്തിക്കാതിയായി വിശ്വാസപരമായിട്ട് നിഫാഖ് ഉണ്ടാകും, വിശ്വാസത്തിൽ നിഫാഖ് ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകും. രണ്ടാമത്തത് ഫിഖ്ഹിയായ രൂപത്തിൽ അഥവാ കർമ്മപരമായ രൂപത്തിൽ നിഫാഖ് ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകും. മൂന്നാമത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അഖ്ലാഖിയായിട്ട് സ്വഭാവ രംഗത്ത് നിഫാഖുള്ള ആളുകൾ. ഇത് 3ഉം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസപരമായ നിഫാഖിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക, അള്ളാഹുവിനെ കളവാക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ ഹദീസുകളെയും തള്ളിക്കളയുക. പ്രവാചകനെ ഇല്ല എന്ന് പറയൽ മാത്രമല്ല, പ്രവാചകൻ കൊണ്ടുവന്ന ഹദീസുകളെയും ഖുർആനിനെയും തള്ളുക. ഇനി അത് മാത്രമല്ല, ചില ആളുകൾ ഖുർആനും ഹദീസും ഒക്കെ അംഗീകരിക്കും, എന്നാൽ ചില ഹദീസുകൾ അംഗീകരിക്കൂല, അതെന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറയുക. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഹദീസുകളെ, പ്രവാചക സുന്നത്തുകളെ തിരസ്കരിക്കുകയും പരിഹസിക്കുകയും മാറ്റിവെക്കുകയും കളവാക്കുകയും ചെയ്യുക. ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവുക. ചില കാര്യങ്ങളിൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും മറ്റു ചില കാര്യങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന രൂപം, ചിലത് തള്ളിക്കളയുന്ന രൂപം, ഇതും അതിൽ പെടും സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഇസ്ലാം മതത്തെ സഹായിക്കുന്ന ആളുകളെ വെറുക്കുന്ന സ്വഭാവം. ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അവരുടെ ലിയാഖത്ത് തന്നെയായിരിക്കും പേര്, ആരിഫ് എന്നായിരിക്കും അവരുടെ പേരൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പാണ്, പ്രവാചകനോട് വെറുപ്പാണ്, അള്ളാഹുവിനോട് വെറുപ്പാണ്, ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരോട് വെറുപ്പാണ്. അല്ലേ, അതാണ് നമ്മൾ കാണുന്നത്. മുസ്ലിങ്ങളോടുള്ള വെറുപ്പുകൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെ, മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ മുസ്ലിങ്ങൾക്ക് എവിടെ തകർച്ചയുണ്ടായാലും അതിൽ സന്തോഷിക്കും. ഇത്തരം ആളുകൾ മുസ്ലിം പേര് വെച്ച് പോലും ജീവിക്കുന്ന ആളുകൾ നമുക്കറിയാം. ഇതൊക്കെ വിശ്വാസത്തിലുള്ള മുനാഫിഖീങ്ങൾ, നിഫാഖാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദർകുൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അഗാധയിൽ കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയുടെ ഏറ്റവും ആഴത്തിൽ അത്തരം മുനാഫിക്കുകൾ ഉണ്ടാകുമെന്നാണ്. വിശ്വാസത്തിൽ നിഫാഖ് വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ്. അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് ഞാൻ ഓതി വെച്ച ആയത്താണ്. വൈദാലകുല്ലദീന ആമനു. ചില ആളുകളുണ്ട് ഈ ആയത്തൊക്കെ ഓതുമ്പോ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, ഞാൻ വീണ്ടും പറയാണ്, എന്നോടും നിങ്ങളോടും ചോദിക്കുക,
യഥാർത്ഥ മുനാഫിക്കുകളുടെ ലക്ഷണം ഖുർആൻ പറയാണ്, ഇദാ ലഖുല്ലദീന ആമനു, വിശ്വാസികൾ അടുത്ത് വരുമ്പോൾ ഞാൻ മുഅ്മിനാണെന്ന് പറയും. അല്ലെ, പള്ളിയിൽ കാണും, എല്ലാത്തിലും ഉണ്ടാകും അവർ. ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ് എന്നൊക്കെയാണ് അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ. വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, പിശാചിന്റെ അടുത്ത് വരുമ്പോഴോ എന്ന് പറഞ്ഞാൽ പിശാച് തരുന്ന ഇച്ഛകളൊക്കെ അനുസരിച്ചിട്ട് അവർ ജീവിക്കും എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ എല്ലാ ഹറാമുകളും കുഫറുകളും ഒക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് അവർ ജീവിക്കും. ഖാലു ഇന്നാ മഅക്കും, അവരുടെ കൂടെയാണെന്ന് അവർ പറയും. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അവർ യഥാർത്ഥത്തിൽ പരിഹസിക്കുകയാണ്, ദീനിനെ പരിഹസിക്കുന്നവരാണ് അവർ. അത്തരം ആളുകൾ സമൂഹത്തിലുണ്ട് എന്നാണ്. ലതിമുഖമായി ജീവിക്കുന്ന ആളുകളാണ് അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് മുനാഫിഖ് എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ആദ്യം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ ബഖറയുടെ 14-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, വല ഇൻ സഅൽതുകും ലയഖൂലുന്ന, അവരോട് ചോദിച്ചാൽ ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു, ഇസ്ലാമിനെയും ഇത്തരം പരിഹസിക്കുകയും അതുപോലെ നിമുഖമായി നടക്കുകയും ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അവര് പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ ഒന്നും കുറ്റം പറഞ്ഞു, ഞങ്ങളൊരു തമാശക്ക് പറഞ്ഞതാണ്, അല്ലെ, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ഒരു നേരം പോക്കിന് പറഞ്ഞതാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കണം, അവർ അള്ളാഹുവിന്റെ റസൂലിനെ അല്ല, അവർ തന്നെയാണ് പരിഹാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. സ്വന്തമാണ് അവർ യഥാർത്ഥത്തിൽ പരിഹാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരം ആളുകൾ അല്ലെ തമാശയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുക, അല്ലെ, അങ്ങനെയൊക്കെ ആ രൂപത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കർമ്മപരമായ നിഫാഖ് എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ നിഫാഖ് വരുന്ന രൂപം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, ഇബാദത്ത് ചെയ്യുമ്പോൾ മടിയന്മാരാണ് അവർ. അത് അതിന്റെ ഒരു അടയാളാണ്. കർമ്മത്തിലെ നിഫാഖാണ്. അവർക്ക് ഭയങ്കര മടിയാണ്. ബാക്കിയുള്ള കാര്യത്തിനും അവരുടെ ബാക്കിയുള്ള ജീവിതത്തിലും ഒക്കെ വളരെ ഉഷാറും എല്ലാം ഉണ്ടാവും. ഇബാദത്തുകൾക്ക്, നമസ്കാരത്തിന്, ദിക്റുകൾക്ക്, ദുആകൾക്കൊക്കെ വളരെ മടിയന്മാരായിരിക്കും. യുറാഊനന്നാസ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. നമസ്കരിക്കാൻ വരുന്നത് ആളുകളെ കാണിക്കാൻ, അവൻ മറ്റ് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലെ, സ്വതക്ക കൊടുക്കുന്നത്, ആളുകളെ സേവിക്കുന്നത്, നന്മ ചെയ്യുന്നത് ഒക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. യുറാഊനന്നാസ്, ജനങ്ങൾ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടാവുക. പക്ഷേ അവന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ പല കാര്യത്തിനും, നമസ്കാരത്തിന്, ജുമുഅക്ക് വരാൻ, അതുപോലെ തന്നെ ദിക്റുകൾക്ക്, നോമ്പുകൾക്ക്, എല്ലാ ഇബാദത്തുകൾക്കും, പല ഇബാദത്തുകൾക്കും പല മേഖലകളിലും മടിയുണ്ടാവുക എന്ന ഒരു പ്രശ്നം, അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്കല സ്വലാത്ത് അലൽ മുനാഫിഖീന, മുനാഫിഖുകൾക്ക് വളരെ ഭാരമാണ് സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്ർ, ഫജ്ർസ്കാരവും ഇശാസ്കാരവും ഒക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിനൊന്നും അവർ വരാൻ ശ്രമിക്കൂല. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ ലൗ ഹബുവ, പ്രവാചകൻ പറയാണ്, വലൗ ഹബുവ, അവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും വരുമായിരുന്നു, അല്ലെ. അപ്പം ഇബാദത്തുകളോട് മടിയുണ്ടാവുക എന്ന സ്വഭാവം നിഫാഖിന്റെ അടയാളമാണ്. അതുപോലെ സ്വഭാവപരമായ നിഫാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവ രംഗങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ് സലാസുൽ, മുനാഫിക്കിന്റെ 3 സ്വഭാവം, 3 അടയാളങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഇദാ ഹദ്ദസ ഖദിബ, അതുപോലെ തന്നെ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. 3 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞത് ഇദാ ഹദ്ദസ ഖദിബ, സംസാരിച്ച കളവ് പറയും. എപ്പോ സംസാരിച്ചാലും നിസാരമായ കാര്യങ്ങൾക്ക് മുനാഫിക്കുകളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞതാണ് കള്ളം പറയുക എന്ന സ്വഭാവം. വല്ലാഹു, അല്ലാഹു യശ്ഹദു, അല്ലാഹു സാക്ഷിയാണ്, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവർ കള്ളം പറഞ്ഞു നടക്കുന്ന ആളുകളാണെന്ന് അല്ലാഹു പറയാണ് ഖുർആനിൽ. സൂറത്തുൽ മുനാഫിഖൂനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കള്ളം പറഞ്ഞു നടക്കുന്നതിന് എന്ന് സൂറത്തുൽ ബഖറയുടെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സഹോദരങ്ങളെ, നിസാരപ്പെട്ട കാരണം സംസാരിക്കുമ്പോൾ എത്ര കളവുകളാണ് കടന്നു വരാറുള്ളത്. ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ, അല്ലെ, നമുക്കറിയാം അരമണിക്കൂർ കൊണ്ടോ നമ്മൾ എത്തുള്ളൂ എന്ന് നമുക്കറിയാം, എന്നാലും പറയുക 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും. നിസാരമായിട്ട് പറയുന്ന കളവാണ്. അതുപോലെ തന്നെ പല പല കളവുകൾ, പല കച്ചവട മേഖലകളിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ, കുടുംബത്തിൽ, ഭാര്യയോട്, ഭർത്താക്കന്മാരോടൊക്കെ നിസാരമായി കളവുകൾ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങൾ. തമാശയ്ക്ക് വേണ്ടി കളവ് പറയാം ചില ആളുകൾ, അല്ലെ, തമാശയ്ക്ക് വേണ്ടിയാണ് ചിരിക്കാൻ വേണ്ടി കളവ് പറയാം. ഇത്തരം ചില സ്വഭാവങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്ന് അറിയാൻ പറ്റാത്തൊരു കാലം. ചില ആളുകൾ കള്ളം പറഞ്ഞു പിരിക്കുക, പണം പിരിക്കുക, എന്നിട്ട് പിന്നെ അവരെ നാട്ടിൽ കാണൂല. കരഞ്ഞു പിരിക്കുക, പണം പിരിക്കാൻ, പണം സമ്പാദിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ. സഹോദരങ്ങളെ, നമുക്കാണ് ഗൗരവപരമായി ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. തമാശയ്ക്ക് കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് നൽകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2-ാമത്തെ ഒരു കാര്യം, അവർക്കുണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ് സഹോദരങ്ങളെ പറഞ്ഞു പോകുന്നത്. കരാറ് പറഞ്ഞാൽ ലംഘിക്കുന്ന സ്വഭാവമാണ്,
അല്ലെ? കരാറുകളുടെ ചില ആളുകൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നൽകുകയാണ്. റോഡ് നൽകാം, വീട് നൽകാം, അല്ലെ? രാഷ്ട്രീയമായി അല്ലെ പല നിലക്കുള്ള വാഗ്ദാനങ്ങൾ നൽകുകയാണ്. പൈസ തരാം. കുട്ടികളോട് പോലും നമ്മൾ പറയാറില്ലേ, നീ എക്സാമിന് പാസ്സായാൽ ഇന്ന സാധനം ഞാൻ വാങ്ങിത്തരാം. അത് ചെയ്യാറുണ്ടോ? അത് പിന്നെ മറന്നുപോകും. കരാറ് പറഞ്ഞിട്ട് പാലിക്കാതിരിക്കുന്ന സ്വഭാവം അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞില്ലേ, പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അവരുടെ ഒരു ഗുണമായി അള്ളാഹു എടുത്തു പറയുന്നതാണ് ഇസ്മായിൽ നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി, കരാർ പൂർത്തീകരിക്കുന്നവനാണ്. ഒരു കരാർ ഏറ്റാൽ അത് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനായിരിക്കണം. വഖാന റസൂലൻ നബിയ എന്ന് ഖുർആനിൽ കാണാം, സൂറത്തുൽ മറിയമിന്റെ 54-ാമത്തെ ആയത്തിൽ. അതുപോലെ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയുടെ പിതാവായി ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം അല്ലദീ വഫാ, കരാർ ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം. 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രവാചകൻ പറയാണ്, 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ സാക്ഷി നിൽക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധരാവുക. അതെത്ര കയ്പാണെങ്കിലും, നമുക്ക് നഷ്ടം വന്നാലും കുറച്ച് വിഷമകരമായ അവസ്ഥയാണെങ്കിലും സത്യമേ പറയാവൂ എന്ന് തീരുമാനിക്കാം. സഹോദരങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു നോക്കൂ. സംസാരിച്ച സത്യസന്ധരാവുക. 2, വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ കരാറ് പറഞ്ഞാൽ ലംഘിക്കാതിരിക്കുക. കരാറുകൾ ഏറ്റെടുത്താൽ അത് പാലിക്കുക. 3-മത്തത് പ്രവാചകൻ പറഞ്ഞു വഅദ്ദു ഇദാ ഉയ്തുമിൻതും, അഥവാ വിശ്വസിച്ചാൽ അമാനത്തുകൾ പൂർത്തീകരിക്കുക. വിശ്വസിച്ചാൽ ചതിക്കാൻ പാടില്ല. ചില ആളുകൾ വിശ്വസിച്ച് പലതും ഏൽപ്പിക്കും, പക്ഷെ ചതിക്കും. ആ സ്വഭാവം പാടില്ല. വിശ്വസിച്ചാൽ കൃത്യമായി അത് ചതിക്കാതിരിക്കുക എന്നതാണ്. വഹ്ഫദു ഫുറൂജക്കും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, ധാർമ്മിക ബോധമുണ്ടാവുക. വഅല്ലു അബ്സ്വാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കുക, കണ്ണുകളെ താഴ്ത്തേണ്ട സ്ഥലത്ത് താഴ്ത്തുക. അതുപോലെ തന്നെ വഖുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ പിടിക്കുന്നത് സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹലാലായ മാർഗത്തിലാവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ സാക്ഷ്യം നിൽക്കാമെന്നാണ്. ഈ വിഷയങ്ങൾക്കൊന്നും ജനങ്ങൾക്ക് ഇന്നൊരു ഗൗരവമില്ല. നമ്മുടെ നാട്ടിൽ കളവും ചതിയും വഞ്ചനയും ജോലി വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഇലക്ഷൻ വാഗ്ദാനങ്ങളും പ്രത്യേകിച്ച് പണത്തിന്റെ പേരിൽ പല വാഗ്ദാനങ്ങളും നൽകി ആളുകളെ പറ്റിക്കുന്ന സ്വഭാവങ്ങൾ പല ആളുകൾക്കും വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിശ്വസിച്ചാൽ ചതിക്കുക എന്ന് പറയുന്ന സ്വഭാവം. 3-മത്തെ പ്രവാചകൻ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് വിശ്വസിച്ചാൽ ചതിക്കുക. ചില ആളുകൾ വളരെ സീക്രട്ടായി നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയും. ആരോടും പറയില്ലെന്ന് പറയുന്നതാണ്. ഈ ആൾ പോയിട്ട് അടുത്ത ആളോടും പറയുന്നത് ഇതുപോലെയാണ്. ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറയും. സ്ത്രീകൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് കൈമാറി ഒരാൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. രഹസ്യങ്ങൾ വിശ്വസിച്ചൊരു രഹസ്യം പറഞ്ഞാൽ അതിങ്ങനെ പരസ്യപ്പെടുത്തുക, മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റാത്ത സ്വഭാവം. സഹോദരങ്ങളെ, ഇത് ചതിക്കുന്ന ഈ സ്വഭാവം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തൊക്കെ ഈ നിഫാഖിന്റെ സ്വഭാവങ്ങളെ അത് ഗൗരവത്തിൽ കണ്ടിരുന്നു എന്നാണ്. മഹാനായ അബീ മുലൈക്ക പറയുന്നുണ്ട്. അബീ മുലൈക്ക എന്ന് പറഞ്ഞാൽ താബിയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 30ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ 30ഓളം സഹാബിമാരെ എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, ആ 30 പേരും നിഫാഖിനെ ഭയപ്പെട്ടവരായിരുന്നു എന്നാണ്. സഹോദരങ്ങൾ, അപ്പൊ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം നമ്മൾ അതിനെ പേടിക്കണം. എന്നിട്ട് ആ സഹാബിമാർ പറയുമായിരുന്നു, മാ മിൻഹും അഹദുൻ യഖൂലു ഇന്ന അലൽ ഈമാനി ജിബ്രീല വ മീകായില, മീകായിലിന്റെയും ജിബ്രീലിന്റെയും ഈമാനല്ല നമുക്കുള്ളത്, അല്ലെ? ആ ഈമാനല്ല, നമ്മളുടെ ദുർബലമായ ഈമാനാണ്. അതുകൊണ്ട് തന്നെ നിഫാഖിനെ എത്ര പേർ ഭയപ്പെടണമെന്ന് പറയാറുണ്ടായിരുന്നു. നാളെ പരലോകത്ത് സഹോദരന്മാരെ വഞ്ചിക്കുന്ന ആളുകളുണ്ടല്ലോ, ആളുകളെ ചതിക്കുന്നവരുണ്ടല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ വയൗമൽ ഖിയാമ യുർഫഉ ലികുല്ലി ആദിലിൻ ലിബാഇൻ, ഒരു കൊടിയും ഉയർത്തിക്കൊണ്ടാണ് അവർ വരിക, ഈ ചതിക്കുന്ന ആളുകൾ. വഖീല ഹാദിഹി ഖദറത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയുമോ? ഇന്നാളെ ഞാൻ ചതിച്ചു, ഇന്ന കച്ചവടത്തിൽ ഞാൻ ചതി കാണിച്ചു, അത് ആളുകളുടെ മുന്നിൽ പ്രകടമാക്കിയിട്ട് നാളെ മഹ്ശറയുടെ വൻസഭയിൽ കൊടിയുമുയർത്തി ആ ചതിയന്മാർ അപമാനിതരായി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസവും ചതിയും ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ചുണ്ടാകുകയില്ല എന്നാണ്. ചതിയനാണോ അവൻ വിശ്വാസിയല്ല, അവൻ വിശ്വാസിയാണോ അവൻ ചതിയനല്ല എന്നതാണ്. ലാ യജ്തമുൽ ഈമാനു വൽ കുഫർ, വിശ്വാസിയും അതുപോലെ തന്നെ സത്യനിഷേധവും ഒരിക്കലും യോജിക്കുകയില്ല.
സത്യസന്ധനും കള്ളനും ഒരുപോലെയാവുകയില്ല. വല ഇജ്തമുൽ ഖിയാന വൽ അമാന, വിശ്വസ്തതയും ചതിയും ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏറ്റവും ഗൗരവമുള്ളത് വിശ്വാസത്തിലെ നിഫാക്കാണ്. അവരെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്നാണ്. ഏറ്റവും അടിത്തട്ടിൽ അല്ലെ, എത്രയോ ഒരു കല്ല് മുകളിൽ നിന്ന് നരകത്തിലേക്ക് വീഴുമ്പോൾ 70 വർഷമാണ് അത് അടിയിലെത്താനെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുന്ന മനുഷ്യൻ മുനാഫിക്കാണെന്നാണ്. ആ മുനാഫിക്ക് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറ, അവനെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അവൻ വിശ്വാസത്തിൽ നിഫാഖ് കലർന്നവനാണ്. അല്ലെ, മതത്തെ പരിഹസിക്കുക, അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോ ഇസ്ലാമിന്റെ ഒരു സുന്നത്ത് പഠിപ്പിച്ചാലും അല്ലെ, അതൊന്നും ഈ കാലത്ത് യോജിക്കൂല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ ഇപ്പൊ വേണോ? ഈ ഇത്രയും പരിഷ്കാരങ്ങൾ ഉണ്ടായ നാട്ടിൽ നിര്യാണയുടെ മുകളിൽ പാൻഡോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. വളരെ ഗൗരവമാണ്. പ്രവാചകൻ കൊണ്ടുവന്ന സുന്നത്തുകളെ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നു എന്ന് നമ്മുടെ ബുദ്ധിയിലിട്ട് അളന്ന് പരിശോധിച്ച് ജീവിതത്തിൽ പാലിക്കാനുള്ളതല്ല. സമിഅനാ വഅതൈനാ, കേട്ടു അനുസരിച്ചു, അതാണ് വിശ്വാസം. നമ്മുടെ ബുദ്ധി അത് വളരെ ചുരുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ. ആ നിലക്ക് പ്രവാചകന്റെ സുന്നത്തുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതിന്റെ മങ്ങലേൽക്കാതെ അതിന്റെ പ്രഭ ചൊരിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വിളക്കുമാടവുമായി മുന്നോട്ട് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്തരം വിശ്വാസികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സസൂക്ഷ്മം പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകനും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ അതീവ ഗൗരവത്തിൽ ഉണർത്തിയ ഇർബൂഹ് എന്ന് പറയുന്ന ആ ജീവിയുടെ കൂടുമായി, ആ മാളവുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ ഗൗരവത്തിൽ വിശദീകരിച്ച, സ്വഹാബിമാരെല്ലാവരും ഭയപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയമാണ് നിഫാഖ്. ആ നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സസൂക്ഷ്മം പരിശോധിച്ച് അത് ഒഴിവാക്കി ഒരു മുഅ്മിനായി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അത്തരം വിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മൾ പഠിക്കുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ് മുനാഫിഖ്, എന്താണ് മുഅ്മിൻ, എന്താണ് കാഫിർ, കുഫർ, ഇതെല്ലാത്തിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. ആ പഠിക്കാൻ കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിഫാഖിൽ നിന്ന് സുരക്ഷിതം ലഭിക്കാൻ കുറെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും പള്ളിക്ക് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എല്ലാവരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയുടെ രോഗം ശിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വെളിച്ചം ഉത്തരക്കടലാസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും തിരികെ ഏൽപ്പിക്കാൻ ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അത് പെട്ടെന്ന് തിരികെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയം പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു കരാറാണ്, ഇതൊരു അമാനത്താണ്. നമ്മൾ ഖുർആൻ പരീക്ഷയ്ക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ പുസ്തകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു അമാനത്താണ്. ആ കരാർ നമ്മൾ പൂർത്തീകരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഖുതുബയിൽ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിന് നിസ്സാരമായി കാണരുത്. ഇനിയും അത് തിരിച്ചു നൽകാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അത് തിരിച്ചു നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പരീക്ഷയ്ക്കും ഇനി 29 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവരും ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അത് അമലി സ്വാലിഹാത്തായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് എല്ലാവിധ നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. വിശപ്പിനുള്ള ഭക്ഷണം അള്ളാഹുവെ നീ അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹുവയുടെ കാൽപാദങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായി അവിടെ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ അവർക്ക് നേരെ വരുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അവരെ നീ കാക്കണേ റഹ്മാനെ. സൈനിക ശക്തികളെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന കൂട്ടം കൂട്ടമായി നയിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിചാരണ കോടതിയിൽ വലത് കൈയിൽ കിതാബ് പിടിച്ച് ചുണ്ടുപറയ്ക്കാതെ നിൽക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിഫാഖിൽ നിന്നും കുഫറിൽ നിന്നും കാത്തുരക്ഷിച്ച് ഈമാനോടുകൂടി തഖ്വയോടുകൂടി മുഖ്ലിസായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.